എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്. രാജോട്ടിന്റെ ബേസിൽ ജോസഫിന്റെ കോമഡി ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ ആണ്. ഈ ബസ്സിലൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡയറക്ഷനാണ്. പ്രീമിയം കോക്കായാലും കോഴിയാലും പണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ പോയി പടം കണ്ടില്ല. ബേസിലൊക്കെയാണ് അത്. പെർഫോമൻസ് വൈസ് രണ്ടുപേരും അടിപൊളി, പക്ഷെ പൃഥ്വിരാജ് കുറച്ചും കൂടി. പൃഥ്വിരാജ് ത്രൂ ഔട്ട് ഫസ്റ്റ് തൊട്ട് എൻ്റെ ഒരു പൃഥ്വിരാജിന്റെ ഒരു പെർഫോമൻസ് സെറ്റ് സൂപ്പർ ആയിരുന്നു. ആര് പറഞ്ഞു? ഗുരുവായൂരമ്പലയുടെ ഒരു കല്യാണം കൂടി ഇത് ആർത്തുല്ലസിക്കാം. കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിലോട്ട് വാ, ഗുരുവായൂരമ്പലയുടെ വന്ന് കാണും. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്, എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിഞ്ഞു, നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ബിപിൻ ദാസിന്റെ ജയശേഷിക്കുള്ള നല്ലൊരു അടിപൊളി ഹിറ്റ്, പക്ക ഫാമിലി മൂവിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡയറക്ഷനാണ്. മറ്റേ ജയഹോമല്ലേ പുള്ളി, അത് പ്രതീക്ഷിക്കാൻ അറിയാം, പുള്ളിയുടെ മേക്കോറൊക്കെ അറിയാം, അത് കണക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വേറെ പരിപാടിയാണ്, രണ്ട് എക്സ്ട്രാലിൽ വ്യത്യാസമുള്ള സിനിമയാണ്. നമ്മൾ ആടുജീവിതമൊക്കെ കണ്ടിട്ട് എല്ലാ കുടുംബ പ്രേക്ഷകരും കറങ്ങി നെഞ്ഞത്തടിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാജുവേട്ടൻ്റെ ബേസിൽ ചേട്ടൻ്റെ ഒരു അടിപൊളി ഫുള്ളി എന്റർടൈൻമെന്റ് കോമഡി സിനിമയാണ്. ഓരോ കോമഡി വർക്കൗട്ട് ഉണ്ട്, ഒരെണ്ണം പോലും ചീറ്റി പോയിട്ടില്ല. ആ മേക്ക് ചെയ്ത രീതിയൊക്കെ ഒരു രക്ഷയില്ല. എന്താ പറയാ, ഫുൾ കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്തതിന് തന്നെ ഡയറക്ടറിന് ഭയങ്കര ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കുകയൂടിയില്ല. പിന്നെ ത്രൂ ഔട്ട് കോമഡി ഫുൾ വർക്കൗട്ടായി. ബേസിൽ നോർമലി കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യും, പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. ബേസിലും രാജുവേട്ടൻ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ പ്രത്യേക അഭിനയം, കാരണം കോമഡി പൃഥ്വിരാജ് ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്തു. ബേസിലാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കോമഡി നന്നായിട്ട് വർക്കൗട്ടായി ബേസിലിന്റെ. പൃഥ്വിരാജ് ഡിഫറെന്റ് ആണ്. രാജോട്ടിന്റെ ബേസിൽ ജോസഫിന്റെ കോമഡി ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല ഇതായിട്ട് അഭിനയിച്ച് ഈ ബസ്സിലൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ബേസിലൊക്കെയാണ് അത്. ബേസിലെ ഒരു എനർജി നമുക്ക് എന്തായാലും ബേസിലുണ്ടോ പടം ഹിറ്റാ 100%. പെർഫോമൻസ് വൈസ് രണ്ടുപേരും അടിപൊളി, പക്ഷെ പൃഥ്വിരാജ് കുറച്ചും കൂടി. സാധാരണ എല്ലാവരും പറയും, ഇപ്പോൾ ഇന്റർവ്യൂവിലും കണ്ടു പൃഥ്വിരാജിന്റെ സേഫ് സോൺ അല്ല എന്നൊക്കെ പറയുമെങ്കിലും പൃഥ്വിരാജ് ഇത്രയും കോമഡി ആയിട്ട് ഒരു സിനിമയിലും കണ്ടിട്ടില്ല. അതിഗംഭീര കോമഡി ടൈമിംഗ് ആണ്. പിന്നെ അമർ അക്ബർ അന്തോണിക്ക് ശേഷം ഇത്രയും നന്നായിട്ട് പൃഥ്വിരാജ് ത്രൂ ഔട്ട് ഒരു കോമഡി കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നമ്മൾ പണ്ടത്തെ ശ്രീനിവാസൻ മോഹൻലാലൊക്കെ പോലെ തന്നെ നല്ലൊരു സഹനടന്മാരായിട്ട് അഭിനയിച്ച ബൈജു ചേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ജയഹേല അമ്മ ക്യാരക്ടറില്ലേ, അവരാ ഡാൻസ് ചെയ്തേക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഏജിൽ അവർ അങ്ങനെ അതേപോലെ പെർഫോം ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. പഴയ സിനിമയുടെ ഒക്കെ കുറെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇങ്ങനെ പാട്ട്, പഴയ പടത്തിന് ദേവരാനം പോലെ അങ്ങനെയുള്ള പടത്തിന് തന്നെ. ഇതിനകത്ത് ഏതല്ലേ വേറെ ഏറ്റവും എല്ലാം ഇഷ്ടമായി. ചിരിക്കുന്ന പടമാണ്. ആ ചിരിക്കാറുണ്ട്. എന്തായിരിക്കും ബേസിലാണോ പൃഥ്വിരാജാണോ ആരെ കൂടുതൽ ഇഷ്ടമായി? പൃഥ്വിരാജ് നല്ല ഇടിയും പിടിയും. അല്ല ആര് പറഞ്ഞു? ഇഷ്ടമല്ലേ? എനിക്ക് രണ്ടുപേരും ഇഷ്ടമായി. അടിപൊളി ആക്ടിങ് അവരുണ്ട്. ഓ പൊളി, എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായി. അത് പിന്നെ എപ്പോഴും എനിക്ക് അങ്ങനെയല്ലോ. ആ കല്യാണത്തിന്റെ ഒക്കെ സെറ്റൊക്കെ നമുക്ക് സെറ്റാണെന്നുള്ളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത്ര അടിപൊളി, എല്ലാം ഡീറ്റെയിലിങ്ങും എല്ലാം അടിപൊളിയാണ്. സെറ്റ് സൂപ്പർ ആയിരുന്നു. ഏറ്റവും കൂടുതൽ പറയാനുള്ള ആർട്ടിന്റെ എന്താ പറയുക, അവരെ ഭയങ്കര കാരണം ഇത്രയും ഗ്യാങ്ങിനെ വെച്ചിട്ടൊരു സിനിമ സെറ്റ് ചെയ്യുക, ഗുരുവായൂർ നാട് അങ്ങനെ തന്നെ കൊണ്ടുവരിക, അതൊരു വല്ലാത്തൊരു വൈബാണ്. പടം ഓടും കേട്ടോ, നല്ല ഹിറ്റാണ്, നല്ല ഓടും പടം, നല്ല കളക്ഷൻ കിട്ടും പടം. നല്ല സിനിമയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിനൊരു ലിമിറ്റേഷൻ ഇല്ല. ഈ പറഞ്ഞ 250 ആണെങ്കിലും 100 ആണെങ്കിലും ഒരു പരിധിയില്ല. നല്ല സിനിമ ഇന്നിപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആൾക്കാർ രണ്ട് കൈകെട്ട് സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലതാണെങ്കിൽ എങ്ങനെയാലും അതിപ്പോൾ ഈ കോക്കായാലും കോഴിയായാലും പണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജനങ്ങൾ പോയി പടം കണ്ടിരിക്കും, അത് ഉറപ്പാണ്.